നോക്കൂ ഗൈസ്, ഇന്നൊരു പെട്ടെന്നെടുത്ത വ്ളോഗാണ്. ഇപ്പൊ അമ്മ എന്താ ഉണ്ടാക്കണം? വറ്റലോ, അരി വറ്റലുണ്ടാക്കി. ഞങ്ങളവിടെ അരി വറ്റല്, മുറുക്ക് വറ്റല് എന്നൊക്കെ പറയും. അതിനെ ഉണ്ടാക്കി വറുത്തിട്ട് കാണിച്ചു തരാം ഗൈസ്. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ ഇഷ്ടം. പഴയ പണ്ടത്തെ ഒരു ഇതാണിത്. ഞങ്ങളൊക്കെ ചെറുതായിരിക്കുമ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരുന്ന സ്നാക്സ്. പിന്നെ ചോറിനും കഴിക്കും. അപ്പൊ ഇനി ബാക്കി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ബാക്കി സെറ്റപ്പ് കാട്ടാം കേട്ടോ ഗൈസ്. ബൈ. ഹായ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ കണ്ട വ്ളോഗിന് തുടക്കത്തിൽ കണ്ട മേരത്തിന് ഞങ്ങളിവിടെ അരിവറ്റലുണ്ടാക്കാൻ വന്നിട്ടുണ്ട് അല്ലേ അമ്മ? അരിവറ്റലുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇപ്പോൾ കൊണ്ട് മുകളിലേക്ക് ടെറസിന് മുകളിൽ വന്നു. ഇനി ഇവിടെയാണത് ഉണക്കാടുക, ഉണക്കാടാൻ പോണത്. അപ്പോൾ ഇവിടുത്തെ നല്ല വ്യൂ ഒക്കെ കണ്ടില്ലേ? നല്ല ഡേ ലൈറ്റിൽ നല്ല വ്യൂ കിട്ടുന്നുണ്ട്, നല്ല ലൈറ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ നന്നായി കിട്ടുന്നുണ്ടാവും. ഇതാണ് ഇവിടെ കുറേ സ്ഥലമൊക്കെ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ ഉണക്കാടാൻ പോകുന്നത്. അപ്പം ഇനി ഉണക്കാടുന്ന വിഷ്വൽസും കൂടി കാണാം. ഇനി കുറേ എപ്പോൾ ഇത്ര സാധനങ്ങളൊക്കെ മുകളിൽ കൊണ്ടുവന്നില്ല അമ്മ? കുറേ സാധനങ്ങളൊക്കെ മുകളിൽ കൊണ്ടുവന്നു. കുറച്ചുകൂടെ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ കുപ്പ വാരാനുള്ള വല്ല വഴി ഉണ്ടോ നോക്കട്ടെ. ഇത് വിരിക്കണ്ട ഇനിയിപ്പോ? അപ്പൊ ഇനി വിരിക്കുന്ന വിഷ്വൽസ് ഒക്കെ കടുത്തരം ഗസ്. വേറെ നിങ്ങൾ കൊണ്ടുവരാൻ ഇപ്പൊ വീഡിയോ എടുക്കാൻ. അപ്പൊ ഗൈസ് അവരൊക്കെ ഇവിടെ വന്ന് ഇപ്പൊ തുടങ്ങും. എന്താണ് അത് വെറ്റിലില് മാറിപ്പോയി, എന്താണ് പറയാ, അരിവെറ്റിലിടാൻ തുടങ്ങും. അതിന് പ്രൊഫഷണൽ നന്നിമാവാണ് നമ്മുടെ ചീഫ്. അപ്പോൾ ഇതിനെ കുറച്ചുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നെന്നിമാൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചറിയാം. ഞങ്ങളിപ്പോൾ ഇവിടെയൊക്കെ വിരിച്ചു വെച്ചപ്പോൾ കാറ്റടിച്ചത് അപ്പം തന്നെ ഏകദേശം എല്ലാം പോയി കഴിഞ്ഞു, പറന്നുപോയി. ഇവിടെയാണ് ഞങ്ങൾ അരിവെറ്റിൽ ഉണക്കാടാൻ പോണത്. ഇവിടെയാകുമ്പോൾ നല്ല സൺലൈറ്റും കിട്ടും. ഉച്ചയ്ക്കൊക്കെ നല്ല വെയിലായിരിക്കുമ്പോഴാണ്. അത് കഴിഞ്ഞിട്ട് പീച്ചിനെ കുറച്ചൊക്കെ വ്യക്തമായിട്ട് അറിയുന്നത് നന്നിമാണ് ഇതിൻ്റെ പ്രൊഫഷണൽ. പിന്നെ ആഴ്ച വന്നിട്ട് തലകാട്ടി പോയി, ഇപ്പം കാണാനില്ല. ആഴി ഇറങ്ങിപ്പോയിട്ട് സ്കൂട്ടായിട്ടുണ്ടാവും. മിക്കവാറും അവനെ പിടിച്ചു കൊണ്ടുവന്ന് വിളിക്കും. അങ്ങനെ ഞാൻ മാത്രം കഷ്ടപ്പെടാൻ പാടില്ലല്ലോ. അങ്ങനെ ഗൈസ് ഇവിടെ അരി വറ്റിലിടാൻ തുടങ്ങി. ഇതിനെ കുറച്ചുള്ള വ്യക്തമായിട്ട് നമുക്ക് ഇപ്പൊ ചോദിക്കാം. നന്നിമ നിന്റെ പ്രൊഫഷണൽ. ഇതിൽ എന്തൊക്കെ ഇട്ടാ നന്നിമ ഇതുണ്ടാക്കുക? ഇതില് ജീരകം, കായം, മുളക് പൊടി, പച്ചമുളക്, ഉപ്പ്, പച്ചരി, ജവ്വരി, എണ്ണം ചേർക്കണല്ലേ? അപ്പോ ഇതൊക്കെയാണ് ചേർക്കേണ്ടത്. ചേർത്തിട്ടാണ് ഈ അരിവെറ്റിൽ ഉണ്ടാക്കുന്നത് പറയുന്നത് ഗൈസ്. അവിടെ അമ്മ പീച്ചാൻ തുടങ്ങി കഴിഞ്ഞു അരിവെറ്റില്. ഇത് എത്ര നേരമാണ് മറ്റേ ഇളക്കേണ്ടത്? അതൊക്കെ ഒരുപാട് പണിയുണ്ട് ഇതിനൊക്കെ. ഞാന് എത്ര കൊല്ലായില്ല ചോദിച്ചോണ്ടിരിക്കുന്നത്. ഇതാണ് നീ ചോദിച്ചോണ്ടിരുന്നത്? അല്ല ഇതല്ല, എന്താണ് മറ്റേ ഇഡ്ലിപ്പൊടിയാ അത്. നല്ല നല്ല ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പീച്ചുമ്പോ. മറ്റേ നൂൽപുട്ട് വീശുന്ന മാതിരി ഇല്ല. നൂൽപുട്ട് വീശുന്ന മാതിരി ടൈറ്റ് ഒന്നും ഇല്ല. ഓക്കെ. ഇതിപ്പോ എത്ര ദിവസം ഉണക്കണം അമ്മ? അത് ഉണങ്ങണം വരെ നമുക്ക് ഉപയോഗിക്കാം അല്ലേ? ഇപ്പൊ സ്കൂട്ടായില്ല, തിരിച്ചു വന്നു. ഹലോ ഗൈസ്, ഇപ്പൊ അങ്ങനെ ഇത്രയും ഏകദേശം മുക്കാൽ അതിന് കൂടുതൽ മൊത്തം പണിയെടുത്ത് ഇത്രയും എന്താണ് പറയാ വറ്റില് പീച്ചി കഴിഞ്ഞു. പണിയെടുത്ത് ഞാനല്ലാതെ മാത്രം. ഇവര് മൂന്നുപേരും കൂടിയാണ് ഇത് മൊത്തം ചെയ്തത്. ആ സമയം കൊണ്ട് ഈ സമയം പുറത്ത് ചാടി നിൽക്കണ്ടായിരുന്നു. ഞാൻ എങ്ങനെയോ ഉള്ളിൽ പോയി ഒക്കെ കെട്ടിയിട്ട് പുറത്ത് വരാത്ത മാതിരിയാക്കി. പക്ഷെ അപ്പോഴാ ഓർക്കണേ എനിക്ക് പുറത്ത് വരണ്ടായിരുന്നു. അങ്ങനെ പുറത്ത് വരാൻ പറ്റാണ്ട് എങ്ങനെയൊക്കെയോ പുറത്ത് വന്നാണ് ഗൈസ്. അങ്ങനെ കുറച്ച് പണിയെടുത്ത് തളർന്ന് ക്ഷീണിച്ചിട്ട് ആച്ചി അവിടെ പോയി നിന്ന് കാഴ്ചകളും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നിമ്മ അവിടെ ഇരുന്ന് ഒക്കെ തിരിച്ചെടുത്തേക്കുണ്ട്. എല്ലാം പണി കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെ താഴെ കൊണ്ടുപോകണം. അവിടെ അമ്മാവും ഇവിടെ പണിയൊക്കെ കഴിഞ്ഞാൽ അവിടെ കൈ കഴുകാൻ പോകും. ഇവിടെ തന്നെ വാഷ് ബേസിനും ബാത്റൂമും എല്ലാം ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല.
ആ ബുദ്ധിമുട്ടുണ്ടാവില്ല. കൈ കഴുകാനും ഒക്കെ തന്നെ ഇവിടെ പറ്റും. വെള്ളം കുടിക്കാനുള്ള വെള്ളം ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ സെറ്റപ്പ് ആക്കി. ഇനി ഇതൊക്കെ ആദ്യം താഴെ കൊണ്ടുപോകണം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ ഗൈസ്. ഇപ്പോഴും നല്ല കാറ്റുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 9 മണിയൊക്കെ എത്രയായി? ഇന്ന് 5-ാം തീയതി. 9 മണിയൊക്കെ എത്രയോ 9 മണിയൊക്കെ ആയി. 5 തന്നെയല്ലേ? 5-ാം തീയതി 9 മണിയായി. എന്നിട്ടും നല്ല കാറ്റുണ്ട്. നല്ല പ്ലസന്റ് ക്ലൈമറ്റ് ആണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഗൈസ്. ഒരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇനി അടുത്ത വ്ളോഗായിട്ട് കാണാം. ഇതിന് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഇതായിരിക്കും ആദ്യം വരിക. ഇനിയും 2-3 ട്രിപ്പ് പോയതും കുറച്ച് ചാലഞ്ചിനൊക്കെ ഉണ്ട്. അതൊക്കെ ഈ വ്ളോഗ് കഴിഞ്ഞിട്ടാണ് വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിലും കാണാൻ. ബൈ.